കാടിൻ്റെ മകൻ വീരപ്പൻ. കാട്ടിൽ കാറ്റ് വീശുന്ന ശബ്ദത്തോടെ ഒരു കുഞ്ഞു കരഞ്ഞ് ലോകത്തേക്ക് വന്നു. ആ കാട് തന്നെ അവൻ്റെ അമ്മയും അച്ഛനുമായി. ആരെയും ഭയപ്പെടാതെ ഭീഷണിയായി വളരാൻ തീരുമാനിച്ച മനുഷ്യൻ. ഇതാണ് വീരപ്പൻ. തമിഴ്നാട് കർണാടക അതിർത്തിയെ പതിറ്റാണ്ടുകൾ ഭീതിയിൽ നിർത്തിയ വനഭീകരൻ്റെ കഥ. 1952 ജനുവരി 18 തമിഴ്നാട്ടിലെ ഗോപിനാഥം ഗ്രാമത്തിൽ ഒരു ദരിദ്ര കുടുംബത്തിൽ ഒരു ആൺകുഞ്ഞ് ജനിച്ചു. അവൻ്റെ പേര് മുത്തുവീരപ്പൻ. അവൻ്റെ കുടുംബം വേട്ടക്കാരും കാട്ടുപണിക്കാരുമായിരുന്നു. ബാല്യം മുതൽ കാട്ടിൽ നടക്കുന്നത്, ചന്നം ഭിന്നം പായുന്ന മാൻ, അപകടകാരിയായ കുറുക്കന്മാർ, ഇതൊക്കെ അവൻ്റെ ദിനചര്യയായിരുന്നു. സ്കൂളിൽ പോകുന്നതിനും കൂടുതൽ കാട്ടിൽ ചുറ്റി നടക്കാനാണ് വീരപ്പൻ ഇഷ്ടപ്പെട്ടിരുന്നത്. മറ്റുള്ള കുട്ടികൾ അക്ഷരം പഠിക്കുമ്പോൾ വീരപ്പൻ പഠിച്ചതോ മറ്റൊന്നാണ്. കാടിൻ്റെ ഉള്ളറകൾ മനസ്സിലാക്കുന്നത്, കാട്ടുമൃഗങ്ങളുടെ ചുവട് തിരിച്ചറിയുന്നത്, ഒരു ശബ്ദം കേട്ട് ഏത് മൃഗമാണെന്ന് മനസ്സിലാക്കുന്നത്, ഏറ്റവും പ്രധാനമായി തോക്ക് ഉപയോഗിക്കുന്നത്. വീരപ്പൻ്റെ ചേട്ടച്ചൻ രൈമണൻ ഒരു വിദഗ്ധ വേട്ടക്കാരനായിരുന്നു. അവൻ്റെ കയ്യിൽ നിന്നാണ് വീരപ്പൻ തോക്കുപയോഗിക്കാൻ പഠിച്ചത്. 10-12 വയസ്സിൽ തന്നെ മാൻ, കാട്ടുപന്നി ഇങ്ങനെയുള്ള ചെറുമൃഗങ്ങളെ വേട്ടയാടാൻ വീരപ്പൻ തുടങ്ങി. ഗ്രാമത്തിലെ പലരും പറഞ്ഞിരുന്നു, വീരപ്പൻ്റെ കണ്ണിൽ ഒരു തീഷ്ണതയുണ്ടെന്ന്. ഈ കുട്ടി വളർന്നു വലുതാകുമ്പോൾ അപകടകാരിയായി മാറുമെന്ന്. നാടിനെ ഞെട്ടിച്ചൊരു സംഭവമുണ്ടായി. ഒരു ദിവസം വീരപ്പൻ ഒരു കാട്ടുപന്നിയെ വേട്ടയാടാൻ പോയപ്പോൾ പന്നി ഓടിപ്പോയി. ചെറുപ്പക്കാരനായിരുന്നു എങ്കിലും വീരപ്പൻ്റെ കോപം ഭയാനകമായിരുന്നു. അവൻ ദിവസങ്ങളോളം കാട് ചുറ്റി ആ പന്നിയെ പിന്തുടർന്നു. അവസാനം കണ്ടെത്തിയപ്പോൾ അവൻ അതിനെ അസാധാരണമായ ക്രൂരതയോടെ കൊന്നു. ഇത് ഗ്രാമവാസികൾ പറഞ്ഞു പോരുന്ന ഒരു കഥയായി മാറി. വീരപ്പൻ്റെ കുടുംബം അതിയായ ദാരിദ്ര്യം നിറഞ്ഞതായിരുന്നു. ചിലപ്പോൾ ഭക്ഷണം കിട്ടാതെ കിടന്ന ദിനങ്ങൾ. വീട്ടിൽ പണമില്ല, കടം മാത്രം, ജീവിക്കാൻ വഴിയില്ല. പക്ഷെ കാട് എല്ലായ്പ്പോഴും മൃഗങ്ങളും ആനക്കൊമ്പും ചന്ദനവും നൽകി. വീരപ്പൻ മനസ്സിലാക്കി, ഈ കാട്ടിൽ നിന്ന് പണമുണ്ടാക്കാൻ കഴിയുന്നുവെങ്കിൽ ലോകം തന്നെ കീഴടക്കാം. ഇതാണ് വീരപ്പൻ ഒരു സാധാരണ ബാലനിൽ നിന്നും ഒരു ഭാവി ഭീകരനാക്കി മാറ്റിയ ആന്തരിക തീപ്പൊരി. 15 വയസ്സായപ്പോഴേക്കും വീരപ്പൻ കാട്ടിലെ എല്ലാ പാതകളും പഠിച്ചു. അവനെ കണ്ടാൽ മുതിർന്ന വേട്ടക്കാരും പിറകോട്ട് പോകുന്ന അവസ്ഥ. അവൻ്റെ സ്വഭാവത്തിൽ കരുണയില്ല, ഭയം അറിയില്ല, പശ്ചാത്താപമില്ല. ഗ്രാമത്തിൽ ഒരു മൂപ്പൻ പറഞ്ഞിരുന്നു, ഈ കുട്ടി ഒരു നാൾ വലിയ ആളായിടുമെന്ന്. പക്ഷേ ആ വലിപ്പം നന്മയിലല്ല, അത് ശരിയുമായിരുന്നു. വീരപ്പൻ്റെ ബാല്യം ഭീകരതയുടെ വിത്തുകളായിരുന്നു. പക്ഷെ ആ വിത്തുകൾ വളരുന്ന അടുത്ത ഘട്ടം ഇനി കാണാനിരിക്കുന്നേയുള്ളൂ. കാട്ടിൽ വളർന്ന ഈ കുട്ടി വേട്ടയുടെ വാഴ്ചയിൽ വളർന്നു തോക്കിനോട് അതിയായ സ്നേഹമുണ്ടായ ഒരു യുവാവായി മാറി. അവൻ്റെ ജീവിതം സാധാരണ വഴിയിലായിരുന്നില്ല. ആദ്യ വെടിവെച്ച, ആദ്യ രക്തം, ഇതായിരുന്നു വീരപ്പൻ എന്ന പേരിനെ കുറ്റലോകത്തേക്ക് തള്ളിയിടുന്ന തുടക്കമായി മാറിയത്. 18 വയസ്സായപ്പോഴേക്കും വീരപ്പൻ കാടറിയുന്നൊരു വേട്ടക്കാരനായി മാറിയിരുന്നു. ഗ്രാമത്തിലെ പ്രശസ്തനായ വേട്ടക്കാരൻ മുത്തുലക്ഷ്മണൻ അവനെ തൻ്റെ സംഘത്തിൽ ചേർത്തു. ഈ സംഘം സാധാരണ വേട്ടക്കാർ മാത്രമായിരുന്നില്ല. കാട്ടിലെ മൃഗങ്ങളെ വേട്ടയാടുകയും വേണ്ടിവന്നാൽ പോലീസിനെ വരെ പേടിപ്പിക്കുന്നവരുമായിരുന്നു. വീരപ്പൻ അവരോടൊപ്പം ചേർന്ന് കാടിൻ്റെ നടുവിൽ ആയുധങ്ങളുമായി ജീവിതം പഠിച്ചു. ഒരു ദിവസം വീരപ്പൻ്റെ സംഘത്തിൽ പുതിയൊരാൾ കൂടി വന്നു. അധികാരികൾക്ക് വിവരങ്ങൾ ചോർത്തിക്കൊടുക്കാൻ സാധ്യതയുള്ള ഒരാൾ. വേട്ടയ്ക്കിടെ ഒരു ചെറിയ തർക്കം. വാക്കുകൾ ശക്തമായി, കണ്ണുകളിലെ കോപം ആളിക്കത്തി. വീരപ്പൻ തോക്കുയർത്തി. വെടിയൊച്ച മരങ്ങൾക്കിടയിൽ പ്രതിധ്വനിച്ചു. ഒരു മനുഷ്യൻ പിടഞ്ഞു വീണു. വീരപ്പൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ കൊലപാതകം. സംഘത്തിലെ മുതിർന്നവർക്ക് പോലും അതൊരു ഞെട്ടലായിരുന്നു. ഈ കുട്ടി ഭയങ്കരനാണ്, അവർ പരസ്പരം പറഞ്ഞു. മരണം വീരപ്പനിൽ ഒരു വികാരവും സൃഷ്ടിച്ചില്ല. ഭയമില്ല, പശ്ചാത്താപമില്ല, കോപം മാത്രം. ഈ സംഭവമാണ് വീരപ്പൻ്റെ ക്രൂര മനസ്സ് പൂർണ്ണരൂപം കൊണ്ടത്. കൊലപാതക വാർത്ത ഗ്രാമത്തിൽ പടർന്നു. ഒടുവിൽ അത് പോലീസിൻ്റെ ചെവിയിലുമെത്തി. ഒരു കുട്ടി കൊലപാതകം ചെയ്തെന്നു.
പോലീസ് ആദ്യം വിശ്വസിച്ചില്ല. പക്ഷെ അന്വേഷണം നടത്തി നോക്കിയപ്പോൾ റിപ്പോർട്ടുകളെല്ലാം ഒരേ ഒരു പേരിലേക്കാണ് വിരലൂന്നിയത്: വീരപ്പൻ. പോലീസ് ഫയലുകളിൽ വീരപ്പൻ്റെ പേര് ആദ്യമായി ചുവപ്പ് നിറത്തിൽ അടയാളപ്പെടുത്തി. ഇപ്പോൾ അവൻ വേട്ടക്കാരൻ മാത്രമല്ല, ഒരു വാണ്ടഡ് ക്രിമിനൽ. ഈ കൊലപാതകത്തിലൂടെ ഭയത്തെ ഇല്ലാതാക്കിയതുപോലെ പണത്തിനായുള്ള ആഗ്രഹം അവനെ രണ്ടാമത്തെ കുറ്റകൃത്യത്തിലേക്ക് നയിച്ചു: ആനക്കൊമ്പ് കടത്ത്. ആനകളെ വേട്ടയാടുക, കൊമ്പ് നീക്കം ചെയ്യുക, അത് കള്ളവിപണിയിൽ വിറ്റ് വലിയ പണം സമ്പാദിക്കുക, ഇതെല്ലാം വീരപ്പന് പെട്ടെന്ന് പണമുണ്ടാക്കാൻ വഴികളായിരുന്നു. അവൻ പടിപടിയായി കാട്ടിലെ ആനകളെ വേട്ടയാടാൻ ആരംഭിച്ചു. വനം വകുപ്പ് കണക്കുകൾ പ്രകാരം പിന്നീട് വീരപ്പൻ കൊന്ന ആനകളുടെ എണ്ണം 100-ലധികം. ഈ ആനവേട്ട വീരപ്പനെ ഒരു ഗുണ്ടയിൽ നിന്നും ഒരു വലിയ ക്രൂരതയുടെ ചിഹ്നമാക്കി മാറ്റി. ആനക്കൊലയും കൊലപാതകങ്ങളും പോലീസിനെ അലട്ടിത്തുടങ്ങി. വീരപ്പൻ്റെ പേര് ഒരു ചെറിയ കുറ്റവാളിയുടെ പേര് അല്ലാതാക്കി. സൂക്ഷ്മ നിരീക്ഷണത്തിൻ്റെ ഒരു കറുത്ത പട്ടികയിലേക്കാണ് ഉയർന്നത്. അവൻ്റെ സംഘത്തെ പിടിക്കാനായി പോലീസ് നടത്തിയ ചില ആക്ഷനുകൾ പരാജയപ്പെട്ടു. വീരപ്പൻ കാട്ടിലെ വഴികൾ പോലീസിനേക്കാൾ മികച്ച രീതിയിൽ അറിയാവുന്നവനായിരുന്നു. ഇവിടെ നിന്നാണ് പോലീസ് വീരപ്പൻ യുദ്ധത്തിൻ്റെ പ്രഥമഘട്ടം ആരംഭിച്ചത്. ഒരു കൊലയിൽ തുടങ്ങി ആനക്കൊലയിൽ വളർന്ന് കാടിൻ്റെ ഗന്ധം രക്തത്തിൻ്റെ ഗന്ധവുമായി കലർത്തി മായാജാലം പോലെ തെറ്റിപ്പോകുന്ന പാതകളിൽ സുലഭമായി നടക്കുന്നതോടെ വീരപ്പൻ്റെ പേര് ഇനിയൊരു ചെറു കുറ്റവാളിയുടേതല്ല, അവൻ കാട്ടിലെ ഒരു ശക്തിയായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. 1980കളുടെ തുടക്കത്തിൽ വീരപ്പൻ മനസ്സിലാക്കി, കാട്ടിൽ ഒറ്റയ്ക്ക് കഴിയാൻ സാധിക്കുമെങ്കിലും കാടിനെ പിടിച്ചെടുക്കാൻ ഒരു സംഘം ആവശ്യമാണെന്ന്. അവൻ ചേട്ടച്ചൻ റൈമണൻ, മരുമകൻ അറക്കൻ, കൂടാതെ മറ്റ് 5-8 പേരും ചേർന്ന് ഒരു സംഘം രൂപപ്പെടുത്തി. ഈ ആളുകൾക്ക് പണം വേട്ടയുടെ വഴിയായിരുന്നെങ്കിൽ വീരപ്പന് പേരുണ്ടാക്കുന്ന വഴിയായിരുന്നു. വീരപ്പൻ്റെ ഏറ്റവും വലിയ ശക്തി തോക്കും വെടിയുമല്ലായിരുന്നു, അത് കാടിനെ ശരിക്കും അറിയുന്നതായിരുന്നു. അവനറിയാമായിരുന്നു ഏത് പാതയിൽ ആനയുടെ ചുവടുകൾ മാറും, എവിടെ പോലീസിന് എത്തിച്ചേരാൻ കഴിയില്ല, ഏത് മരത്തിൻ്റെ അടിയിൽ മറഞ്ഞാൽ ആരും പിടികൂടാൻ വരില്ല. വീരപ്പൻ്റെ മനസ്സ് GPS പോലെയായിരുന്നു. കാട്ടിലെ ഓരോ ചില്ലയും അവനോട് സംസാരിക്കുമായിരുന്നു. ആനക്കൊമ്പുകടത്തും ചന്ദനക്കടത്തും വീരപ്പനെ കോടീശ്വരനാക്കി. പണം കിട്ടിയപ്പോൾ തോക്കുകൾ കിട്ടി, തോക്കുകൾ കിട്ടിയപ്പോൾ പുതിയ ആളുകൾ കൂടെ ചേർന്നു. വീരപ്പൻ ഒരു സംഘമല്ല, ഒരു ഭീകര ശൃംഖലയായി മാറി. വേരുകൾ കാട്ടിൽ, വ്യാപാരം നഗരങ്ങളിൽ, സർക്കാർ വൃത്തങ്ങളിലും രാഷ്ട്രീയ രംഗത്തും വരെ. പോലീസിനെ വെല്ലുവിളിക്കുന്ന അവൻ്റെ പോരാട്ടങ്ങൾ ഈ കാലത്ത് ആരംഭിച്ചു. പോലീസ് കാട്ടിൽ പട്രോൾ നടത്തുമ്പോൾ വീരപ്പൻ അദൃശ്യനായി മാറും. ചിലപ്പോൾ ദൂരത്തു നിന്ന് വെടിയുതിർക്കും, പിന്നീട് വെടിവെച്ച മരങ്ങൾക്കിടയിൽ ലയിച്ചു പോകും. പോലീസ് ഉദ്യോഗസ്ഥരുടെ മരണം അവൻ്റെ ക്രൂരതയുടെ മുന്നറിയിപ്പ് ബോർഡായിരുന്നു. നഗരങ്ങളിലും ഗ്രാമങ്ങളിലും വീരപ്പൻ്റെ കഥ പെട്ടെന്ന് പടർന്നു. കാട്ടിലൊരു രാജാവുണ്ട്, പോലീസിനെ പോലും ചതിക്കാം, ജഡം കാണാതെ ആളുകൾ അപ്രത്യക്ഷമാകാം. ഈ കഥകൾ ജനങ്ങളുടെ ഭയത്തെ മുൾമുനയിൽ നിർത്തി. വീരപ്പൻ ഒരു കുറ്റവാളി മാത്രമല്ല, ഒരു ദുഷ്ടപുരുഷന്റെ പ്രതീകമായി മാറി. അവൻ്റെ ജീവിതത്തിൽ ഒരു രഹസ്യമുണ്ടായിരുന്നു. അവൻ വിശ്വസിക്കാത്തത് 3 കാര്യങ്ങൾ: നിയമം, സർക്കാർ, മനുഷ്യർ. അവൻ വിശ്വസിച്ചത് ഒന്ന് മാത്രം: കാട്. ഈ കാട് അവൻ്റെ വീടും കോട്ടയുമായിരുന്നു. ആ കാട്ടിൽ പുതിയൊരു കാൽവെപ്പുണ്ടാകുന്നത് അതിക്രമം പോലെയായിരുന്നു. വീരപ്പൻ അവൻ്റെ സാമ്രാജ്യം ദിനംതോറും വളർത്തിക്കൊണ്ടിരുന്നു. വീരപ്പൻ്റെ ഉയർച്ച ഒരു കുറ്റവാളിയുടെ ഉയർച്ച ആയിരുന്നില്ല, അതൊരു രാജാവിൻ്റെ ഉയർച്ച പോലെ. കാടിൻ്റെ രാജാവ്. കാടിൻ്റെ രാജാവായി ഉയർന്ന വീരപ്പൻ. പക്ഷെ അധികാരത്തിൻ്റെ ചൂട് അവനിൽ ക്രൂരതയുടെ ജ്വാല ഉയർത്തി. വേട്ടക്കാരനായിരുന്നയാൾ കൈവശമുള്ള തോക്കുകൾ കൊണ്ട് ഒരു സംസ്ഥാനത്തെ തന്നെ വെല്ലുവിളിച്ചു. ഇതാണ് പോലീസും വീരപ്പനും തമ്മിലുള്ള രക്തരൂഷിത യുദ്ധത്തിൻ്റെ ആരംഭം. 1980കളുടെ മധ്യത്തിൽ വീരപ്പൻ്റെ സംഘത്തിൻ്റെ അക്രമം അതിരുകവിഞ്ഞു. വനം വകുപ്പ് ഉദ്യോഗസ്ഥരായ ഗുരുജിയും ചന്ദീർ ഗൗഡയും വീരപ്പൻ്റെ വെടിക്കിരയായി. അവരുടെ മരണം മുഴുവൻ തെക്കേ ഇന്ത്യയെയും കുലുക്കി. വീരപ്പൻ വെറും കള്ളവേട്ടക്കാരനല്ല, മികച്ച പരിശീലനം ലഭിച്ചൊരു ഭീകരൻ എന്ന് പോലീസിന് ആദ്യമായി തിരിച്ചറിഞ്ഞത് ഈ ദിവസങ്ങളിലായിരുന്നു. വീരപ്പനെ പിടിക്കാൻ പോലീസ് പല സംഘങ്ങളെയും അയച്ചു. പക്ഷേ കാടിനെ തൻ്റെ കൈവിരലുകൾ പോലെ അറിയുന്ന വീരപ്പൻ ഓരോ തവണയും പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെട്ടു.
പോലീസ് ക്യാമ്പുകൾ ആക്രമിക്കപ്പെട്ടു. വീരപ്പൻ ഒരു വെടിവെച്ച ഒരു നിഴൽ മാത്രം നൽകി ഇരുട്ടിലേക്ക് അപ്രത്യക്ഷമാകും. വീരപ്പൻ എന്ന പേര് ഭയത്തിൻ്റെ പര്യായമായി മാറി. 1989 കാട്ടിലെ ഒരു പ്രത്യേക മിഷൻ നയിക്കാൻ പോലീസ് ഒരു വലിയ സംഘത്തെ അയച്ചു. അവർക്കറിയില്ലായിരുന്നു വീരപ്പൻ അവരെ കാത്തിരിക്കുകയായിരുന്നു എന്ന്. അന്ന് രാത്രിയിൽ കാട് മുഴുവൻ വെടിയേച്ചുകൾ കൊണ്ട് മുഴങ്ങി. പോലീസിന് കനത്ത നഷ്ടം. വീരപ്പൻ്റെ സംഘം അവരെ വളഞ്ഞാക്രമിച്ചു. ഈ ആക്രമണത്തിൽ പലരും വീണു. വീരപ്പൻ്റെ സ്ട്രാറ്റജിയുടെ ഒരുപാട് ഭാഗങ്ങൾ ആ ദിവസം ലോകം കണ്ടു. 1990കളിൽ വീരപ്പൻ്റെ പേര് ഭയത്തിൻ്റെ മാനദണ്ഡമായി മാറി. വനം വകുപ്പ്, പോലീസ്, സ്ഥാപിത പ്രാദേശിക നേതാക്കൾ എല്ലാവരും അവൻ്റെ ലക്ഷ്യമായി. വീരപ്പനെ പിടിക്കാനായി 600-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെ കാട്ടിലേക്ക് അയച്ചു. പക്ഷേ കാട്ടിൽ വീരപ്പൻ 400 ചതിക്കുഴികൾ ഒരുക്കിയിരുന്നു. കാറ്റിൽ തൂങ്ങുന്ന തോക്കുകൾ, സ്ഫോടക വലയങ്ങൾ, മരങ്ങൾക്ക് പിന്നിലെ റൈഫിളുകൾ, പാതകളിൽ കാണാത്ത കുഴികൾ. ഒരു വശത്ത് പോലീസ്, മറുവശത്ത് കാടിൻ്റെ പിന്തുണയുള്ള ഒരു മനുഷ്യൻ. വീരപ്പൻ്റെ വെടിയേറ്റ് 9ഓളം ഉയർന്ന റാങ്കിലുള്ള IPS ഓഫീസർമാർ വരെ വീണു. ഓരോ ഉദ്യോഗസ്ഥനും വീണപ്പോൾ വീരപ്പൻ്റെ പേര് കാട്ടിലെ ദേവന്റെ പേര് പോലെ ഭയത്തോടെ പറയപ്പെട്ടു. പോലീസ് തിരിച്ചടിക്കായി വലിയ ക്യാമ്പുകൾ, ഹെലികോപ്റ്ററുകൾ, കഠിനമായ ട്രാക്കിംഗ് സംഘങ്ങൾ ഉപയോഗിച്ചു. പക്ഷേ പ്രശ്നം ഇതായിരുന്നു: വീരപ്പൻ ഒരിക്കലും ഒരേ സ്ഥലത്ത് 2 രാത്രിയിൽ കൂടുതൽ തങ്ങില്ല. ഭയം, കാട്, രാത്രി, അവൻ്റെ കൂട്ടിനും തോക്കുകളും. തെക്കേ ഇന്ത്യ മുഴുവൻ രക്തം ചൊരിഞ്ഞ കാലം ഇതായിരുന്നു. പോലീസിന് ഓരോ നഷ്ടവും വീരപ്പൻ്റെ ആത്മവിശ്വാസം വർദ്ധിച്ചു. അവനിപ്പോൾ കാട്ടിൻ്റെ രാജാവ് മാത്രമല്ല, ആ പ്രദേശത്തെ നിയമം തന്നെയാണ്. ഒരു വ്യക്തിയും ഒരു സംസ്ഥാനത്തിൻ്റെ സുരക്ഷാ സംവിധാനവും തമ്മിലുള്ള യുദ്ധം. പക്ഷേ യുദ്ധത്തിൻ്റെ ഏറ്റവും വലിയ ഞെട്ടലുകൾ ഇനിയും മുന്നിലുണ്ട്. വീരപ്പൻ ഒരു സിനിമാ സൂപ്പർ സ്റ്റാറിനെ തട്ടിക്കൊണ്ടുപോയി ലോകത്തെയാകെ ഞെട്ടിച്ച കഥ. അവൻ്റെ പേര് കേട്ടാൽ പോലീസ് പോലും ഒരു നിമിഷം പിന്മാറുമായിരുന്നു. പക്ഷേ 2000-ലെ ഒരു ദിവസം വീരപ്പൻ ചെയ്തത് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു സംഭവമായിരുന്നു. ദക്ഷിണേന്ത്യയുടെ ഒരു സിനിമാ രാജാവ്, ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രിയതാരം ഡോക്ടർ രാജ്കുമാർ, അദ്ദേഹത്തെ ഒരു രാത്രിയിൽ കാട്ടിലേക്ക് തട്ടിക്കൊണ്ടുപോയി. 2000 ആഗസ്റ്റ് 30 മൈസൂരിൻ്റെ അതിർത്തി ഗ്രാമത്തിലെ ഒരു വീട്ടിൽ സിനിമാ ലോകത്തിൻ്റെ നവരത്നം രാജ്കുമാർ ശാന്തമായി വിശ്രമിക്കുകയായിരുന്നു. തൻ്റെ കുടുംബവുമായുള്ള സാധാരണ ദിവസം. പക്ഷെ രാത്രിയുടെ വരണ്ട കാറ്റിനൊപ്പം കടന്നു വന്നത് കാടിൻ്റെ നിഴലായിരുന്നു. രാത്രി 8:45 മുഖം മറച്ച കുറേ ആളുകൾ റൈഫിളുകൾ കയ്യിലേന്തി വീട്ടിലേക്ക് ഇടിച്ചു കയറി. ദൈവമേ, വീരപ്പൻ സംഘം എന്നൊരാൾ നിലവിളിച്ചു. വീട് മുഴുവൻ പേടി നിറഞ്ഞ അശാന്തി. കഠിനമായ ഉത്തരവുകൾ. രാജ്കുമാർ എവിടെയാണ്? വേഗം പുറത്തേക്ക്. കുടുംബം കരഞ്ഞു വിളിച്ചും കാൽമുട്ടിലിരുന്ന് അപേക്ഷിച്ചെങ്കിലും അവർ കൂട്ടാക്കിയില്ല. 74-കാരനായ ഡോക്ടർ രാജ്കുമാർ ഭയന്നില്ല. നിങ്ങൾക്ക് വേണ്ടത് പണമാണെങ്കിൽ സംസാരിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞതായി പറയുന്നു. പക്ഷേ സംഘത്തിന് പണം മാത്രമായിരുന്നില്ല വേണ്ടത്. വീരപ്പന് തന്നെ തൻ്റെ ശക്തി ലോകത്തോട് തെളിയിക്കുകയായിരുന്നു ആവശ്യം. രാജ്കുമാറിനെ ബന്ദിയാക്കി കാട്ടിലേക്ക് കൊണ്ടുപോയി. നിഴലുകളാൽ നിറഞ്ഞ അപൂർവ യാത്രയുടെ തുടക്കം. ഈ കിഡ്നാപ്പിംഗ് ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 108 ദിവസം രാജ്കുമാർ കാടിൻ്റെ നടുവിൽ വീരപ്പൻ്റെ നിരീക്ഷണത്തിൽ ജീവിച്ചു. വീരപ്പൻ്റെ നിബന്ധനകൾ ഇവയെല്ലാമായിരുന്നു: കാടിലെ ജനങ്ങൾക്ക് നീതി, തമിഴക രാഷ്ട്രീയ തടവുകാരുടെ മോചനം, മോചനദ്രവ്യമായി 50 കോടിക്ക് രൂപ മുകളിൽ. രാജ്കുമാറിന് ഒട്ടും വേദനിപ്പിക്കാത്ത വിധം സംരക്ഷണം നൽകിയെന്ന് ചിലർ പറയുന്നു. പക്ഷേ കുട്ടികളും സ്ത്രീകളും കുടുംബവും ഭീതിയിൽ പൊള്ളിയ ദിനങ്ങളായിരുന്നു അവ. ദക്ഷിണേന്ത്യ മുഴുവനും ഇളകിമറിഞ്ഞു. ബാംഗ്ലൂർ, മൈസൂർ, തമിഴ്നാട് പട്ടണങ്ങളിൽ പ്രതിഷേധം മാർത്തിരമ്പി. പോലീസിനെ നിയന്ത്രിക്കാൻ സാധ്യമല്ലാതായി. മാധ്യമങ്ങൾ ഓരോ ദിവസവും 108-ാമത്തെ ദിവസം വരെ ലൈവ് റിപ്പോർട്ടുകൾ നൽകി. അവൻ എങ്ങനെ ധൈര്യപ്പെട്ടു രാജ്കുമാറിനെ തട്ടിക്കൊണ്ടുപോകാൻ എന്ന് ജനങ്ങൾ ചോദിച്ചു. അവസാനം കർണാടക സർക്കാരിൻ്റെ ദൗത്യവുമായി നക്കീരൻ ഗോപാലൻ വീരപ്പൻ്റെ ക്യാമ്പിലേക്ക് പോകുന്നു. ദിവസങ്ങളോളം നീണ്ടുനിന്ന സംവാദങ്ങൾ. ഒടുവിൽ വീരപ്പൻ രാജ്കുമാറിനെ മോചിപ്പിച്ചു. 2000-ന്റെ അവസാന മാസങ്ങളെ തെക്കേ ഇന്ത്യ ഒരിക്കലും മറക്കില്ല. രാജ്കുമാറിനെ പിന്നീട് ഒരു ഗ്രാമവഴിയിലൂടെ സ്വതന്ത്രനാക്കിയപ്പോഴാണ് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ഹൃദയം ഒരേ സമയം ശ്വാസമെടുത്തത്. രാജ്കുമാർ കിഡ്നാപ്പിംഗ് വീരപ്പനെ ഭീകരതയുടെ ഏറ്റവും ഉയർന്ന പടവിലെത്തിച്ചു.
പക്ഷേ ഇതെല്ലാം അവന്റെ അനന്തര ദുരന്തത്തിന് തുറന്നുവെച്ച വാതിൽപ്പടിയായിരുന്നു. 108 ദിവസത്തെ രാജ്കുമാർ അപഹരണം തെക്കേ ഇന്ത്യയെ ആകെ നടുക്കി. ജനങ്ങളുടെ പ്രതിഷേധങ്ങൾക്കൊടുവിൽ 2 സംസ്ഥാനങ്ങൾ, തമിഴ്നാട് സർക്കാരും കർണാടക സർക്കാരും ഒരു തീരുമാനത്തിലെത്തി: വീരപ്പനെ അവസാനിപ്പിക്കണം. ഇങ്ങനെയാണ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് STF രൂപം കൊള്ളുന്നത്. 1990-കളിൽ തന്നെ വീരപ്പന്റെ ഭീകരത വ്യാപിച്ചു കഴിഞ്ഞിരുന്നു. പക്ഷേ രാജ്കുമാർ കിഡ്നാപ്പിംഗ് സാഹചര്യം മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചു. തമിഴ്നാട്ടിലും കർണാടകയിലും 2 STF യൂണിറ്റുകൾ രൂപീകരിച്ചു. അവരുടെ ലക്ഷ്യം ഒന്നേ ഒന്ന്: വീരപ്പനെ പിടിക്കുക, അല്ലെങ്കിൽ അവസാനിപ്പിക്കുക. STFനെ നയിക്കാൻ കഠിന മനസ്സും തന്ത്രശക്തിയുമുള്ള ഒരു ഉദ്യോഗസ്ഥനെ തിരഞ്ഞെടുത്തു: K. വിജയകുമാർ IPS. വീരപ്പനെ തോക്കുകൊണ്ട് ജയിക്കാനാകില്ല എന്നായിരുന്നു വിജയകുമാറിന്റെ ആദ്യ വിലയിരുത്തൽ. അതിനാൽ അദ്ദേഹം തീരുമാനിച്ചു തന്ത്രം മെനയണം. ചാരസംഘങ്ങളെ കാട്ടുഗ്രാമങ്ങളിലേക്ക് അയച്ചു. വീരപ്പന്റെ ബന്ധുക്കളെ നിരീക്ഷിച്ചു. പാതകളിലെ ആളുകൾക്ക് രഹസ്യപ്രതിഫലം വാഗ്ദാനം ചെയ്തു. വീരപ്പന്റെ ചാരാജാലം തകർക്കാൻ പ്രചാരണങ്ങൾ നടത്തി. കാട്ടിൽ സൈക്കോളജിക്കൽ വാർഫെയർ ആരംഭിച്ചു. വീരപ്പനെ പിന്തുണച്ചാൽ കാട് തന്നെ നിങ്ങളെ വിഴുങ്ങുമെന്ന സന്ദേശം ഗ്രാമങ്ങളിലും പാതകളിലും പ്രചരിപ്പിച്ചു. വീരപ്പൻ അറിയാതെ അവന്റെ ചുറ്റുമുള്ള ആളുകൾ ഒന്നൊന്നായി STFന്റെ കൈകളിൽപ്പെട്ടു. ചിലർ കൊല്ലപ്പെട്ടു, ചിലർ കീഴടങ്ങി, ചിലർ ഒളിച്ചോടി, ചിലർ വിവരങ്ങൾ നൽകി. വീരപ്പന്റെ സേനയിൽ 20 മുതൽ 25 പേർ വരെ ഉണ്ടായിരുന്നു. പക്ഷേ STFന്റെ നിരന്തരം നടക്കുന്ന ആക്രമണങ്ങളും തിരിച്ചടികളും അവന്റെ സംഘത്തെ പിളർത്തി. അവന്റെ അടുപ്പക്കാർ പോലും അവനിൽ നിന്നും പിന്മാറി. വീരപ്പനെ കണ്ടെത്താൻ STF അസാധാരണമായ പ്രവർത്തനങ്ങൾ തുടങ്ങി. രാത്രിയിൽ ഹെലികോപ്റ്ററുകൾ, പാതകളിൽ സൂക്ഷ്മ സ്ഫോടക പരിശോധന, വനപാതകളിൽ ക്യാമ്പുകൾ. 100 കണക്കിന് പോലീസ് ഉദ്യോഗസ്ഥർ കാട്ടിൽ 24 മണിക്കൂർ തമ്പടിച്ചു. ഈ സമയത്ത് വീരപ്പനും വേണ്ടത് ചെയ്തിരുന്നു: മറഞ്ഞിരിക്കുക, സ്ഥലം മാറിക്കൊണ്ടിരിക്കുക, പോലീസിന്റെ വഴികൾ തെറ്റിപ്പിക്കുക. പക്ഷേ STFന്റെ വല ക്രമമായി ചുരുങ്ങുകയായിരുന്നു. വർഷങ്ങളോളം കാട്ടിൽ കരിമ്പടപ്പൊടി നിറഞ്ഞ തോക്കുകൾ ഉപയോഗിച്ചതിന്റെ ഫലം വീരപ്പന് കണ്ണ് സംബന്ധമായ ഗുരുതര പ്രശ്നങ്ങൾ. തുടർന്ന് അവന്റെ ശ്വാസകോശത്തിലും പ്രശ്നങ്ങൾ. അവൻ ചികിത്സ തേടി വരുമെന്ന് STF മനസ്സിലാക്കി. ഇതാണ് ഓപ്പറേഷൻ കൊക്കൂണിന്റെ നിർണായക കണ്ടെത്തൽ. വീരപ്പന്റെ ദൗർബല്യം STF മനസ്സിലാക്കിയപ്പോൾ അവർ അവനു വേണ്ടി ഒരു കെണിയൊരുക്കി. ഇതാണ് ഓപ്പറേഷൻ കൊക്കൂൺ. വീരപ്പൻ ചികിത്സ തേടാൻ ഡോക്ടർമാരെ വിളിക്കാൻ ശ്രമിക്കുമെന്ന വിവരം ലഭിച്ചു. STF സാധാരണ ഗ്രാമക്കാരെയും ആശുപത്രി ജീവനക്കാരെയും വീരപ്പന് സഹായം നൽകുന്നവരെയും നിരീക്ഷണത്തിലാക്കി. വീരപ്പന്റെ ലോകം കുരുങ്ങിക്കിടക്കുകയായിരുന്നു. അതൊരു ജാലകമല്ല, STFന്റെ ഇരുമ്പ് വല. 20 വർഷത്തിലധികം കാടിന്റെ രാജാവായി ഭരിച്ചു. പോലീസിനെ വെല്ലുവിളിച്ചു. സർക്കാരുകൾ തലകുനിക്കേണ്ടി വന്ന ഭീകരൻ. പക്ഷേ 2004-ൽ വീരപ്പന്റെ കഥ അവസാനത്തിലേക്കെത്തി. ഇതാണ് ഓപ്പറേഷൻ കൊക്കൂൺ. തെക്കേ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മനുഷ്യവേട്ടയുടെ അവസാന രാത്രിയുടെ കഥ. വീരപ്പന്റെ കണ്ണ് ഏറെക്കുറെ കാണാത്ത അവസ്ഥ. ശ്വാസകോശം ദുർബലം. വർഷങ്ങളായി തോക്കിന്റെ പുക കണ്ണുകളെയും നെഞ്ചിനെയും നശിപ്പിച്ചു. STFന് അറിയാമായിരുന്നു അവൻ ചികിത്സ തേടും. അതായിരുന്നു ആ വലിയ വലയുടെ ആദ്യ നൂൽ. STF ഒരു തന്ത്രപരമായ നാടകമൊരുക്കി. ഒരു ഡ്യൂപ്ലിക്കേറ്റ് മെഡിക്കൽ ക്യാമ്പ്, വനപ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുന്ന മൊബൈൽ മെഡിക്കൽ ക്യാമ്പ്, ആരോഗ്യ പ്രവർത്തകരായി വേഷമിട്ട STF കമാൻഡോകൾ. മൊബൈൽ മെഡിക്കൽ ക്യാമ്പിനെക്കുറിച്ച് വീരപ്പന് സന്ദേശം ലഭിക്കുന്നു. വീരപ്പൻ അത് വിശ്വസിച്ചു. അത് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റായിരുന്നു. 2004 ഒക്ടോബർ 18 രാത്രി വീരപ്പൻ തൻ്റെ ഏറ്റവും വിശ്വസ്തരായ 3 കൂട്ടുകാരുമായി മെഡിക്കൽ ക്യാമ്പിലേക്ക് പുറപ്പെടുന്നു. അവൻ വിശ്വസിച്ചു ഇതൊരു മെഡിക്കൽ ക്യാമ്പ് തന്നെയാണ്. പക്ഷേ STFന് അത് വേട്ടയുടെ രാത്രി. STF ഒരുക്കിയ ആംബുലൻസിൽ വീരപ്പൻ കയറുന്നു. ആംബുലൻസിന് പുറത്ത് കാടിൻ്റെ എല്ലാ ഭാഗത്തും STF കമാൻഡോകൾ ഒളിച്ചിരുന്നു. വാഹനം മുൻകൂട്ടി തീർത്ത ഒരു റോഡ് ബ്ലോക്കിലെത്തി. ഡ്രൈവർ സൂചന നൽകി. പെട്ടെന്ന് കാട് മുഴങ്ങും വെടിയൊച്ച. STF ആംബുലൻസിനെ ലക്ഷ്യം വെച്ച് 100 കണക്കിന് വെടികൾ ഉതിർത്തു. വീരപ്പന് പ്രതികരിക്കാൻ വളരെ കുറച്ച് സമയമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ്റെ കൂട്ടുകാരും വെടിയേറ്റ് വീണു. സ്വാറ്റ് സ്റ്റൈൽ ഓപ്പറേഷൻ 30 സെക്കൻഡിൽ സമാപിച്ചു. പിന്നീട് ആംബുലൻസിൻ്റെ വാതിൽ തുറന്നപ്പോൾ കാണുന്നത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന വീരപ്പനെയാണ്. ഒരു കാലഘട്ടത്തിൻ്റെ അവസാനം. വീരപ്പൻ്റെ ശരീരം തമിഴ്നാട്ടിലെ ധർമ്മപുരിയിലെ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ജനങ്ങൾ ഒഴുകിയെത്തി. കൃത്യമായ 20 വർഷം ഭീതിപ്പെടുത്തിയ മനുഷ്യൻ, ഒടുവിൽ ചേതനയേറ്റ ശരീരം. ചിലർ ആഘോഷിച്ചു, ചിലർ ആശ്വസിച്ചു, ചിലർ ചോദിച്ചു, ഒരു മനുഷ്യൻ എങ്ങനെ ഇത്രയും ശക്തനായി?
വീരപ്പൻ്റെ കഥ ഒരു വെടിയൊച്ചയിൽ അവസാനിച്ചെങ്കിലും ചോദ്യങ്ങൾ ഇന്നും നിലനിൽക്കുന്നു.